നമസ്കാരം. ടൗൺഷിപ്പിലാണ്. ടൗൺഷിപ്പിൽ ഓരോ ദിവസവും വരുമ്പോഴും അനുദിനം മാറ്റങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ കാണുന്നത് വീടുകളുടെ നിർമ്മാണം നടക്കുന്നത്. ഇത് പരമ്പരാഗതമായി തന്നെ ഇവിടുത്തെ എൽസ്റ്റൺ എസ്റ്റേറ്റിലെ തൊഴിലാളികളും ഈ പുൽപ്പാറയിലെ പ്രദേശവാസികളൊക്കെ കാലങ്ങളായി നടന്നുകൊണ്ടിരുന്ന വഴിയാണ്. ഏതായാലും ഇനി വരുന്ന ദിവസങ്ങളിൽ ഈ വഴി മാറും. കാരണം ഇവിടെ വീടുകൾ വരും. അത്തരത്തിൽ മാറ്റങ്ങളാണ് സംഭവിക്കുന്നത്. ഈ റോഡ് ഉണ്ടാവില്ല, പകരം വേറെ റോഡ് നിലവിൽ ടൗൺഷിപ്പിൽ 5ഓളം റോഡുകൾ നിർമ്മിക്കുന്നുണ്ട്. അത്തരത്തിൽ വലിയ മാറ്റങ്ങൾ ഇവിടെ വന്നുകൊണ്ടിരിക്കുകയാണ്. ഈ റോഡ് മാറി പുതിയ റോഡ് കൂടി ആക്കി ഇവിടുത്തെ ആളുകളൊക്കെ തന്നെ സഞ്ചരിക്കുക ടൗൺഷിപ്പിലൊക്കെ. ഏതായാലും ആ ഗൃഹാതുരത്വം ഉണർത്തുന്ന ഓർമ്മകൾ ഇവിടുത്തെ ആളുകൾ തന്നെ പങ്കുവയ്ക്കാൻ നമ്മോടൊപ്പം ചേർന്നിട്ടുണ്ട്. ഏതായാലും നിങ്ങൾ വർഷങ്ങളായി നടന്ന റോഡാണ്. ആ റോഡ് എന്തായാലും മാറുകയാണ്. ടൗൺഷിപ്പ് അതായത് സ്ഥലത്തും വലിയ രീതിയിലുള്ള മാറ്റങ്ങൾ വന്നിട്ടുണ്ട് അല്ലേ? മുണ്ടക്കൈ ചുരൽമല പുനരധിവാസം ടൗൺഷിപ്പിൻ്റെ പ്രവർത്തനങ്ങൾ വളരെ സജീവമായി പുൽപ്പാറ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ നാട്ടുകാരൻ എന്നുള്ള നിലയ്ക്ക് വളരെയധികം സന്തോഷമുണ്ട്. ഇവിടെ ജീവിക്കുന്ന 100-300ഓളം കുടുംബങ്ങൾ കൂടി ഉപകാരപ്പെടുന്ന രൂപത്തിലാണ് ഈ പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഏകദേശം 1 കിലോമീറ്റർ മാത്രം ആയിരുന്നു ഞങ്ങളുടെ റോഡ്. ഇന്ന് ഇത് പൂർത്തിയാവുമ്പോൾ 1-2 മാസം കൊണ്ട് ഈ പദ്ധതി പൂർത്തിയാവുമ്പോൾ ഏകദേശം 10-13 കിലോമീറ്റർ തന്നെ വളരെ നല്ല റോഡ് ഉണ്ടാവുമെന്നാണ് അധികൃതർ പറയുന്നത്. ഏതായിരുന്നാലും ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്ന് വളരെ സജീവമായ ഇടപെടൽ നടന്നുകൊണ്ട് ഇവിടെ പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അതിൽ വലിയ സന്തോഷമുണ്ട്. എത്രയും പെട്ടെന്ന് തന്നെ മുണ്ടക്കൈ ചുരൽമല പ്രദേശവാസികൾക്ക് ഇവിടെ വന്ന് താമസിക്കാൻ ആവശ്യമായ പ്രവർത്തനങ്ങൾ നടക്കട്ടെ എന്ന് വേറെ ചേട്ടനും കൂടി ചേരാണ്. ചേട്ടനൊക്കെ വലിയ വർഷങ്ങളായിട്ട് നടന്ന റോഡായിരിക്കും, വലിയ ഓർമ്മകളുണ്ടാവും. ചെറുപ്പത്തൊക്കെ ഓടി നടന്ന റോഡായിരിക്കും. ഇപ്പൊ ആ റോഡൊക്കെ ഇങ്ങനെ മാറാണ്. സ്ഥലത്തിൽ മാറ്റങ്ങൾ വരുന്നുണ്ട്. തേരിയായിരുന്നുണ്ടായത്, ഇപ്പൊ അതിന് മാറ്റം വന്നു. റോഡുകളൊക്കെ മാറി ഇവിടെ വീടുകൾ വരാണ്. അതിന്റെ ഇവിടുത്തെ വരുന്ന വികസനം നിങ്ങൾക്കും കൂടി ലഭ്യമാകുകയല്ലേ? അതെ, തീർച്ചയായിട്ടും അങ്ങനെയാണ് പറയുന്നത്. എല്ലാ സൗകര്യങ്ങളും ഇവിടെ ടൗൺഷിപ്പിൻ്റെ ഭാഗമായിട്ട് ഈ ദുരിതം അനുഭവിച്ച് വരുന്നവർക്ക് കൊടുക്കുന്നതിൻ്റെ ഭാഗമായിട്ട് തന്നെ അത് ഇവിടെ താമസിക്കുന്ന വീട്ടുകാർക്കും അതിൻ്റെ ഗുണങ്ങൾ ഉണ്ടാവുമെന്നാണ് പറയുന്നത്. റോഡായാലും കുടിവെള്ളമാണെങ്കിലും വൈദ്യുതി ആണെങ്കിലും എല്ലാ സൗകര്യങ്ങളും ഇതിൻ്റെ ഭാഗമായിട്ട് തന്നെ ഇവിടുത്തെ എല്ലാ താമസക്കാർക്കും ഉപയോഗപ്പെടുത്തുന്നുണ്ടെന്നാണ് പറയുന്നത്. അവർക്കൊരു ബുദ്ധിമുട്ടും വരരുതെന്നാണ് ഗവൺമെൻറ്റിൻ്റെ നിർദ്ദേശം തന്നെ. കാരണം അവരെ ഒരു പെരുവയിലാക്കിക്കൊണ്ടുള്ള ഒരു പദ്ധതി ആക്കരുത് എന്നുള്ളതാണ് പറയുന്നത്. ഇപ്പം ഞങ്ങൾക്ക് പെട്ടെന്ന് എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ട് ഇവിടെ റോഡ് സംബന്ധമായി ചളിയോ മറ്റു കാര്യങ്ങളൊക്കെ വരുമ്പോൾ ഞങ്ങൾ അന്നേരം തന്നെ പറയുകയാണെങ്കിൽ തന്നെ പെട്ടെന്ന് ചെയ്തിട്ടാണ് ബാക്കിയുള്ള പണി എടുക്കുള്ളൂ. ഇപ്പം വലിയ മാറ്റം എന്ന് പറഞ്ഞാൽ ഞങ്ങൾ അത്രയും ദുരിതങ്ങൾ അനുഭവിച്ച് നടന്നുകൊണ്ടിരുന്നൊരു വഴി തന്നെയാണ്. പക്ഷേ പെട്ടെന്ന് എസ്റ്റേറ്റിൻ്റെ ഭാഗമായി നിൽക്കുമ്പോൾ നമുക്കൊരു പുരോഗമനം ഇല്ലായിരുന്നു. ഇപ്പം പെട്ടെന്ന് തന്നെ എല്ലാ പുരോഗമനങ്ങളും ദിവസം കഴിയുന്തോറും മാറ്റങ്ങളാണ് വരുന്നത്. ഇത് പുൽപ്പാറയാണ് എന്ന് പറയാൻ പോലും കഴിയില്ല, അത്രയ്ക്കും മാറ്റങ്ങളാണിത്. ഈ പ്രദേശം തന്നെ മാറിക്കൊണ്ടിരിക്കുകയാണ്. ഇത്രയും ഒരു പ്രതീക്ഷ മാറ്റം വരുമെന്നുള്ള ഒരിക്കലും ഒരു പ്രതീക്ഷ ഉണ്ടായിരുന്നില്ല. എക്കാലത്തും ഈ എസ്റ്റേറ്റിന്റെ അവസ്ഥയിൽ തന്നെ ഞങ്ങൾ ജീവിച്ചു പോകുന്നൊരു കാലഘട്ടമായിരുന്നു. ഇപ്പം ഭയങ്കര മാറ്റങ്ങളാണ് വരുന്നത്. ആ മാറ്റത്തിൽ ഞങ്ങൾക്കും അതിന്റെ ഗുണങ്ങളുണ്ട് എന്നാണ് പറയുന്നത്. എത്രയും പെട്ടെന്ന് ഇതെല്ലാം പൂർത്തിയാകട്ടെ എന്നുള്ള ഒരു സന്തോഷത്തിലാണ് ഞങ്ങളുള്ളത്. ഇത്രയും പെട്ടെന്ന് ആവട്ടെ, ഗവൺമെന്റിന്റെ ഭാഗത്ത് നിന്ന് പെട്ടെന്ന് ചെയ്തു തരണമെന്നാണ്. ഏതായാലും ഇവിടുത്തെ പ്രദേശവാസികൾ വളരെ സന്തോഷത്തിലാണ്. കാരണം കാലങ്ങളായി അവരൊരു വികസന മുരടിപ്പ് ഈ പ്രദേശത്തുണ്ടായിരുന്നു. ഈ ടൗൺഷിപ്പ് വന്നതോടുകൂടി തന്നെ അവരുടെ ജീവിതത്തിലും മാറ്റങ്ങൾ വരുന്നു. അതോടൊപ്പം തന്നെ ടൗൺഷിപ്പിൽ വരുന്ന കുടുംബങ്ങൾക്കും വലിയ രീതിയിലുള്ള സൗകര്യങ്ങളുണ്ട്. ആ സൗകര്യങ്ങൾ ഇവിടുത്തെ വർഷങ്ങളായി താമസിച്ചിരുന്ന പ്രദേശവാസികൾക്ക് കൂടി ലഭ്യമാകുകയാണ്. ഏതായാലും അവർ വളരെ സന്തോഷത്തോടു കൂടി തന്നെ ടൗൺഷിപ്പിനെ വരവേൽക്കാൻ ഒരുങ്ങുകയാണ്.